കേരളത്തിലൊരു സർക്കാർ ജോലിയൊക്കെ ലക്ഷക്കണക്കിന് പേരുടെ സ്വപ്നമാണ് അല്ലേ? പക്ഷേ ആ സ്വപ്നം കാണുന്നവരെ പറ്റിക്കാൻ ചില കുറുക്കുവഴികളുണ്ടോ? കേരള PSCയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു വലിയ വിവാദമാണിത്. ഒരു വ്യാജ ഡിഗ്രി, അതായത് ശരിയായ അംഗീകാരമൊന്നുമില്ലാത്ത ഒരു ഡിഗ്രി വെച്ച് കേരളത്തിൽ ഒരു ഗവൺമെന്റ് ജോലി അടിച്ചുമാറ്റാൻ പറ്റുമോ? കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നില്ലേ? പക്ഷേ ഇതിന്റെ ഉത്തരം ഇല്ല എന്ന് ഒറ്റവാക്കിൽ പറയാൻ പറ്റില്ല. നമുക്കിതിന്റെ പിന്നിലെ കാര്യങ്ങൾ ഒന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. ഈ പ്രശ്നമൊക്കെ തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നറിയോ? PSC തന്നെ ഇറക്കിയൊരു നോട്ടിഫിക്കേഷനിൽ നിന്നാണ്. ഈ അടുത്ത് വന്നൊരു ജോലി വിജ്ഞാപനത്തിലെ ചില കണ്ടീഷൻസാണ് ഈ സംശയങ്ങൾക്കൊക്കെ വഴിവെച്ചത്. അപ്പോൾ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ഡിസംബർ 30-നാണ്. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന പോസ്റ്റിലേക്ക് കേരള PSC ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി. ഒറ്റ നോട്ടത്തിൽ ഇതൊരു സാധാരണ നോട്ടിഫിക്കേഷൻ മാത്രം. പക്ഷേ അതിലെ യോഗ്യതകൾ എടുത്തു വായിച്ചപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത്. അതാണ് ഈ വിവാദത്തിനൊക്കെ തീ കൊളുത്തിയത്. അപ്പോൾ എന്തായിരുന്നു ആ ക്വാളിഫിക്കേഷൻ? ഒന്നുകിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രി, അതുമല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നാണ് ഡിഗ്രി എടുത്തതെങ്കിൽ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി അത് തുല്യമാണ് എന്ന് പറഞ്ഞ് ഒരു സർട്ടിഫിക്കറ്റ് തരണം. ഈ തുല്യതാ സർട്ടിഫിക്കറ്റ്, ഇതാണ് ഇവിടുത്തെ പ്രധാന വില്ലൻ. കാരണം ഇതിനടിസ്ഥാനമായി PSC ചൂണ്ടിക്കാണിക്കുന്നത് 2018-ലെ ഒരു പഴയ ഉത്തരവാണ്. അതിന് നിയമപരമായി നിലനിൽപ്പില്ല എന്നുവരെ ആരോപണം. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ചിന്തിക്കും, എന്താണീ പറയുന്ന തുല്യതാ സർട്ടിഫിക്കറ്റ് എന്ന്, അല്ലേ? സത്യം പറഞ്ഞാൽ ഈ കാണുന്ന വിവാദത്തിന്റെ എല്ലാം ആണിക്കല്ല് ഈ ഒരൊറ്റ ഡോക്യുമെന്റാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ കേരളത്തിന് പുറത്തുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി എടുത്തതെന്ന് വെക്കുക. ആ ഡിഗ്രി നമ്മുടെ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിക്ക് ഈക്വലാണ്, അതായത് തുല്യമാണ് എന്ന് ഇവിടത്തെ ഒരു യൂണിവേഴ്സിറ്റി സാക്ഷ്യപ്പെടുത്തുന്ന ഒരു പേപ്പർ. അതാണ് ഈ തുല്യതാ സർട്ടിഫിക്കറ്റ്. ഒഫീഷ്യലായിട്ട് ഇതാണ് അതിൻ്റെ ഒരു പർപ്പസ്. പക്ഷേ ഈ സിസ്റ്റം എങ്ങനെയാണ് ചിലർ മുതലെടുക്കുന്നതെന്നറിയോ? ആരോപണം ഇങ്ങനെയാണ്: ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സിന് ചേരുന്നു. സ്റ്റെപ്പ് 2, ആ കിട്ടിയ ഡിഗ്രിക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഈക്വലൻസി അല്ലെങ്കിൽ തുല്യതാ സർട്ടിഫിക്കറ്റ് ഒപ്പിക്കുന്നു. ഫൈനൽ സ്റ്റെപ്പ്, ഈ സർട്ടിഫിക്കറ്റ് വെച്ച് നേരെ PSC ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു. കണ്ടോ, എത്ര എളുപ്പത്തിലാണ് യോഗ്യതയില്ലാത്തൊരാൾക്ക് ഈ സിസ്റ്റത്തിലേക്ക് കടന്നുവരാൻ പറ്റുന്നത്? അപ്പോൾ ഈ കുറുക്കുവഴി എന്തുകൊണ്ടാണ് ഇത്ര വലിയ പ്രശ്നമാകുന്നത്? അത് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളുടെ ഒരു അധികാര ഘടനയുണ്ടല്ലോ, അതിനെക്കുറിച്ച് നമുക്ക് ബേസിക്കായിട്ടൊന്ന് അറിയണം. നോക്കൂ, നമ്മുടെ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി ഡിഗ്രികളുടെ അവസാന വാക്കെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, അതായത് UGC ആണ്. അപ്പോൾ UGC അംഗീകരിച്ചിട്ടില്ലാത്തൊരു കോഴ്സിനെ അത് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ പെരിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ എവിടെ നിന്നാണെങ്കിലും അതിന് തുല്യത നൽകാൻ നമ്മുടെ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിക്കും നിയമപരമായി യാതൊരു അധികാരവുമില്ല. ശരി, നിയമം ഇതിനെപ്പറ്റി എന്താ പറയുന്നത്? നമുക്ക് നേരെ ഹൈക്കോടതിയുടെ നിലപാടെന്താണെന്ന് നോക്കാം. ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇഗ്നോയുടെ ഒരു കേസിൽ ഹൈക്കോടതി വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. UGC അംഗീകരിച്ച ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രിക്ക് ഇന്ത്യയിൽ വേറൊരു സ്റ്റേറ്റിൽ ചെന്നിട്ട് വീണ്ടും ഒരു തുല്യതാ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. എന്നുവെച്ചാൽ എന്താ? ഈ തുല്യതാ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന പരിപാടിക്ക് തന്നെ നിയമത്തിനു മുന്നിൽ വലിയ നിലനിൽപ്പില്ല എന്ന് ചുരുക്കം. PSCയുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായ ചില മലക്കം മറിച്ചിലുകളാണ് ഈ പ്രശ്നം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. ഈ ടൈം ലൈൻ ഒന്ന് നോക്കിക്കേ. 2018-ൽ PSC ഈ പറഞ്ഞ തുല്യതാ സർട്ടിഫിക്കറ്റുകൾക്ക് ഓക്കെ പറയുന്നു. പിന്നെ അവർ തന്നെ ഒരു പുതിയ ഓർഡർ ഇറക്കി. എന്താണെന്നറിയോ? ഇനി മുതൽ എല്ലാ ഡിഗ്രികളും UGCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വെരിഫൈ ചെയ്യണമെന്ന്. ഇത് ശരിക്കും നല്ലൊരു മൂവായിരുന്നു. പക്ഷേ എന്നുണ്ടായി? വെറും 3 മാസം കഴിഞ്ഞപ്പോൾ ഡിസംബർ 30-ന് പുതിയ നോട്ടിഫിക്കേഷൻ വന്നില്ലേ? അപ്പോൾ PSC തങ്ങളിറക്കിയ ആ പുതിയ ഓർഡർ അങ്ങ് മറന്നു. എന്നിട്ട് നേരെ ആ പഴയ 2018-ലെ വിവാദ നിയമത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. PSC തന്നെ ഉണ്ടാക്കിയ നല്ലൊരു നിയമം അവർ തന്നെ എന്തിനോ വേണ്ടി മറച്ചുവെക്കുന്നു. എന്തിനായിരിക്കും? അംഗീകാരമില്ലാത്ത ഡിഗ്രിയുള്ള ആർക്കെങ്കിലും പിൻവാതിലിലൂടെ ജോലി കൊടുക്കാനാണോ ഈ കളി? ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ആരോപണമാണ്. അപ്പോൾ ഈ കളികളൊക്കെ അവസാനം ആരെയാണ് ബാധിക്കുന്നത്? ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് ആരാണ്? ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ അത്ര ചെറുതൊന്നുമല്ല. ഒന്നാമത്തെ കാര്യം, ഇത് കഷ്ടപ്പെട്ട് പഠിച്ച് ഡിഗ്രി എടുത്ത ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ ചതിക്കുന്നതിന് തുല്യമാണ്. പിന്നെ UGC എന്ന സ്ഥാപനത്തിന്റെ അധികാരത്തെ തന്നെ ഇത് ചോദ്യം ചെയ്യുകയാണ്. സർക്കാർ ജോലിക്കുള്ള മത്സരത്തിൽ ഇത് വലിയൊരു അനീതി ഉണ്ടാക്കുന്നു. പക്ഷേ ഇതിനെല്ലാം ഉപരി കേരള PSC എന്നൊരു സ്ഥാപനത്തിലുള്ള സാധാരണക്കാരുടെ വിശ്വാസമില്ലേ, അതാണിവിടെ തകർന്ന് തരിപ്പണമാകുന്നത്.